അപ്പോൾ ഇന്നത്തെ എൻ്റെ മോർണിംഗ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ നമുക്ക് കഴിക്കാനായിട്ട് ഒരു പലവക ദോശയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇതിൽ പച്ചരിയുണ്ട്, ഉഴുന്നുണ്ട്, സാമ്പാർ പരിപ്പുണ്ട്, പിന്നെ നമ്മുടെ ചെറുപയറില്ലേ അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ചെറുപയർ കുറച്ച് കൂടുതൽ ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ഈ ദോശയിലേക്ക് ചേർക്കാനായിട്ട് എടുത്തിട്ട് ബാക്കിയുള്ളത് ഞാൻ കഴുകി വാരി വെച്ചിട്ടുണ്ട് കേട്ടോ മുളപ്പിക്കാനായിട്ട്. അപ്പോൾ അതേ മാവൊക്കെ അരച്ചെടുത്തിട്ട് ദോശ ചുട്ടെടുക്കുവാണ്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ അരക്കാൻ നേരത്തെ അതിൻ്റെ കൂടെ ഒരു 2 പച്ചമുളകും ഒരു 3 അല്ലി കൊച്ചുള്ളിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ദോശ കഴിക്കാനായിട്ട് കറിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതേ ഞാൻ ദോശ ചുട്ടെടുത്തിട്ട് പീലിമോൾക്ക് കൊടുക്കുവാണ്. പീലിമോളുടെ അഭിപ്രായം ഒന്ന് കേട്ട് നോക്കാം കേട്ടോ. എങ്ങനെയുണ്ട് ദോശ? ഇഷ്ടമായോ? സൂപ്പറാണോ? എന്നാലും പീലിമോൾക്ക് ദോശ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോഴേക്കും കുഞ്ഞുമാവൻ വന്നു, കുഞ്ഞുമാവയ്ക്കും കൊടുത്തു നോക്കി. കുഞ്ഞുമാവയ്ക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോഴേക്കും മോൻ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കൊളുത്തി വന്നു. അപ്പോൾ അവനും കഴിക്കാനായിട്ട് കൊടുത്തു. പിന്നെ അതേ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞു. അപ്പോൾ ആ പാത്രങ്ങളുള്ളതെല്ലാം അപ്പം തന്നെ ഒന്ന് തേച്ച് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതേ കുഞ്ഞുമാവക്കും പീലിമോൾക്കും ഫ്രണ്ടിൽ കൊണ്ടുപോയി കഴിക്കാനായിട്ട് കൊടുത്തു. പിന്നെ അതേ നമ്മുടെ ഗ്യാസ് സ്റ്റവും കൗണ്ടർ ടോപ്പും ജസ്റ്റ് ഒന്ന് തുടച്ചിടുന്നുണ്ട് കേട്ടോ. പിന്നെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചത്തേക്ക് കറി പരിപ്പാണ്. അപ്പോൾ ചെറിയ കുക്കറിൽ പരിപ്പും ഒരു 2 പച്ചമുളക് ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചോറിൻ്റെ വെള്ളം വാത്തിട്ട് വെള്ളമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതും എടുത്ത് വെച്ചു. പിന്നെ കുടിക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, ചൂടുവെള്ളം. അതും റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റവ് നല്ലപോലെ ഡീപ്പായിട്ടൊന്ന് നല്ലപോലെ തുടച്ച് ക്ലീനാക്കി ഇടുന്നുണ്ട്. കൗണ്ടർ ടോപ്പും എല്ലാം മൊത്തത്തിലൊന്ന് ക്ലീനാക്കി. പിന്നെ അത് നമ്മുടെ സിങ്കും കൂടി ഒന്ന് കഴുകിയിടുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് തുണി വാഷ് ചെയ്യാണ്ടായിരുന്നു. അതൊക്കെ കുറച്ചല്ല കേട്ടോ, കുറച്ച് അധികം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അലക്കലും കഴിഞ്ഞ് കൊണ്ട് വിരിച്ചിട്ടിട്ടോ. എന്നിട്ട് ഞാൻ അത് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഭഗവാനെ ഒന്ന് തൊഴുതതിന് ശേഷം കുറിയൊക്കെ തൊട്ടു. പിന്നെ ദേ നമ്മുടെ ദോശ ഞാൻ കഴിക്കുവാണ് കേട്ടോ. അപ്പോൾ പീലിമോൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിക്കുന്നുണ്ട്. അപ്പോൾ പീലിമോൾ വീണ്ടും എൻ്റെ മടിയിൽ വന്നിരുന്നു കേട്ടോ, എൻ്റെ കൂടെ ഇരുന്ന് കഴിക്കാനായിട്ട്. അങ്ങനെ ദോശയൊക്കെ കഴിച്ചിട്ട് ഇന്നലെ രാത്രി അതിൽ കുറച്ച് സീതപ്പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരെണ്ണം എനിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് എന്നിട്ട് ബാക്കിയുള്ളത് പീലിമോൾക്ക് കൊടുത്തു. പിന്നെ ഞാൻ നേരെ കിച്ചണിലേക്ക് പോയിട്ടോ. അവിടെ പരിപ്പ് വേവിച്ച് വെച്ചിട്ടില്ലേ, അതൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ പരിപ്പിൻ്റെ കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. വെന്ത പരിപ്പിലേക്ക് പാകത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് താളിക്കുകയും കൂടി ചെയ്യണം കേട്ടോ. ഇനി എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് കറിയും കൂടി ഉണ്ടാക്കണം. അങ്ങനെ പരിപ്പ് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് താളിച്ചും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ. നാളെ കാണാം കേട്ടോ. ബായ്.